أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا جناح عليكم إن طلقتم النساء ما لم تمسوهن أو تفرضوا لهن فريضة ومتعوهن على الموسع قدره وعلى المقتر قدره متاعا بالمعروف حقا على المحسنين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഇപ്പോൾ ഓതി കേട്ടത് സൂറത്തുൽ ബഖറയിലെ 237 വചനമാണ്. ഈ ആയത്തിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: നിങ്ങൾ സ്ത്രീകളെ വിവാഹം ചെയ്തിട്ട് അവരെ സ്പർശിച്ചിട്ടില്ലാത്ത അവസ്ഥയിലോ അല്ലെങ്കിൽ വിവാഹമൂല്യമായി ഒന്നും നിശ്ചയിച്ചിട്ടില്ലാത്ത അവസ്ഥയിലോ അവരെ വിവാഹമോചനം ചെയ്തുവെങ്കിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. എന്നാൽ ഈ സ്ഥിതിയിൽ നിങ്ങൾ അവർക്ക് ജീവിത വിഭവം നൽകേണ്ടതാണ്. സമ്പന്നൻ അവൻ്റെ കഴിവനുസരിച്ചും ദരിദ്രൻ അവൻ്റെ കഴിവനുസരിച്ചും മര്യാദ പ്രകാരമുള്ള ജീവിത വിഭവം അവർക്ക് നൽകണം. സദ്വൃദ്ധന്മാർക്ക് അതൊരു ബാധ്യതയാകുന്നു. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ സയ്യിദ്ന ഹസ്രത്ത് മുസ്ലിഹ് മൗദ് റളിയല്ലാഹു തആല അൻഹു അരുൾ ചെയ്യുന്നു: ഇനി ഈ ഭാഗത്ത് അല്ലാഹു ത്വലാഖുമായി ബന്ധപ്പെട്ട് ചില കൽപ്പനകൾ നൽകുകയാണ്. വിവാഹമോചനം സംഭവിക്കുന്ന ഒരു സാഹചര്യം എന്നുള്ളത് ഭർത്താവിനും ഭാര്യയ്ക്കും ഇടയിൽ കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയും അങ്ങനെ ത്വലാഖ് സംഭവിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്നതിന് മുമ്പ് തന്നെ ത്വലാഖ് സംഭവിക്കുന്നു. ഉദാഹരണത്തിന്, നിക്കാഹിന് ശേഷം ആ നിക്കാഹിന് അസാധുത വരുത്തുന്ന അല്ലെങ്കിൽ കറാഹത്ത് അഥവാ അനിഷ്ടത്തിന് കാരണമാകുന്ന സാക്ഷ്യങ്ങൾ ലഭിക്കുക. അതായത് ഉദാഹരണത്തിന്, ഈ സ്ത്രീ ഭർത്താവിൻ്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരിയാണെന്ന് അപൂർണമായ തെളിവ് ലഭിക്കുക. ഇവിടെ സാക്ഷ്യം അപൂർണമാണെങ്കിലും ഇതിനോടകം തന്നെ ഭർത്താവിൻ്റെ ഹൃദയത്തിൽ ഒരു വിമ്മിഷ്ടം ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള സാക്ഷ്യങ്ങൾ പൊതുവെ നിക്കാഹിന് ശേഷമാണ് ലഭിക്കാറ്. അതുപോലെ തന്നെ ത്വലാഖ് സംഭവിക്കുന്ന മറ്റൊരു സാഹചര്യം എന്നുള്ളത് ശാരീരിക ബന്ധത്തിന് മുമ്പ് തന്നെ ത്വലാഖ് നൽകേണ്ടി വരുന്ന സാഹചര്യമാണ്. ഉദാഹരണത്തിന്, വിവാഹശേഷം ഇരു കുടുംബങ്ങളിലെയും മുതിർന്നവർക്ക് മുമ്പറിയാത്ത ചില കാര്യങ്ങൾ വെളിപ്പെടുകയും അവർ ഇങ്ങനെ തീരുമാനിക്കുകയും ചെയ്യാം. അതായത്, നമ്മൾ തമ്മിലുള്ള ബന്ധം അഥവാ ഇരു കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം പരസ്പരം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ശാരീരിക ബന്ധത്തിന് മുമ്പ് തന്നെ വിവാഹമോചനം നൽകുക. പറയുന്നു, ഔ തഫ്രിളു ലഹുന്ന ഫരീളത്തൻ എന്ന വാക്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്, ഹക്ക് മെഹർ നിശ്ചയിക്കാതെ കണ്ട് നിക്കാഹ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ജായിസായി തീരുന്നതാണ് അഥവാ അനുവദനീയമായി തീരുന്നതാണ്. എന്നാൽ ഇതിന് വിശദീകരണം നൽകിക്കൊണ്ട് ഫുഖഹാക്കൾ അഥവാ ഇസ്ലാമിക കർമ്മശാസ്ത്രജ്ഞർ വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ മെഹർ നിശ്ചയിച്ചിട്ടില്ലെങ്കിലും അത് നിർബന്ധമായും നൽകേണ്ട ഒന്നായി കണക്കാക്കപ്പെടും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് മെഹർ ബിൽ മിസിൽ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുടുംബത്തിലെ മറ്റംഗങ്ങൾ അവരുടെ നിക്കാഹിന് എന്തൊന്നാണോ ഹക്ക് മെഹറായി നിശ്ചയിച്ചിട്ടുള്ളത് ആ ഒരു തോതനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഹക്ക് മെഹറിൻ്റെ കണക്ക് തന്നെയായിരിക്കും ഈ സ്ത്രീക്കും ബാധകമാവുക. അതിനുശേഷം അല്ലാഹു പറയുന്നു, മുതിഉഹുന്ന അലൽ മൂസിഇ ഖദറഹു വഅലൽ മുഖ്തിരി ഖദറഹു മതാഅൻ ബിൽ മഅറൂഫി ഹഖൻ അലൽ മുഹ്സിനീൻ. അതായത്, സ്ത്രീകളുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഹക്ക് മെഹർ നിശ്ചയിക്കുന്നതിന് മുമ്പോ ആണ് ത്വലാഖ് ചെയ്യുന്നതെങ്കിൽ ഈ രണ്ട് സാഹചര്യങ്ങളിലും നിങ്ങൾ അവർക്ക് നല്ല രീതിയിൽ എന്തെങ്കിലും ഉപഹാരം നൽകേണ്ടത് നിങ്ങളുടെ മേൽ നിർബന്ധമാണ്.
സാമ്പത്തിക ശേഷിയുള്ളവൻ അവൻ്റെ കഴിവനുസരിച്ചും സാമ്പത്തിക ശേഷി ഇല്ലാത്തവൻ അവൻ്റെ കഴിവനുസരിച്ചും ഇത് നിർബന്ധമായും നൽകേണ്ടതാണ്. ഇത് കേവലം ഐച്ഛികമായ ഒരു പുണ്യം മാത്രമല്ല, ഹക്കൻ അലൽ മുഹ്സിനീൻ, നന്മയോടും തഖ്വയോടും കൂടി പ്രവർത്തിക്കുന്നവർക്കുമേൽ സ്ത്രീകളോട് നല്ല നിലയിൽ പെരുമാറണമെന്നും അവരെ മാന്യമായി യാത്രയക്കണമെന്നും നാം നിർബന്ധമാക്കിയിരിക്കുന്നു. ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: ഒരു അൻസാരി സഹോദരൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. എന്നാൽ അവരുടെ ഹക്ക് മെഹർ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ആ സ്ത്രീയെ വിവാഹമോചനം ചെയ്തു. ഈ വിഷയം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തി. ഇതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആരാഞ്ഞപ്പോൾ അവിടുന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, നീ അവൾക്ക് ഉപഹാരമായി എന്തെങ്കിലും നൽകിയോ? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ പക്കൽ നൽകാൻ ഒന്നും തന്നെയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൾക്ക് നൽകാൻ നിന്റെ പക്കൽ മറ്റൊരു വസ്തുവുമില്ലെങ്കിൽ നിന്റെ തലപ്പാവെങ്കിലും അഥവാ നിന്റെ തൊപ്പിയെങ്കിലും ഊരി അവൾക്ക് നൽകുക. ഇതിൽ നിന്നും നമുക്ക് ഊഹിക്കാൻ സാധിക്കും സ്ത്രീകളോട് നല്ല രീതിയിൽ വർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് എത്ര ശക്തമായ കൽപ്പനയാണ് ഇസ്ലാമിലുള്ളത് എന്ന്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കമുണ്ടാവുകയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ അതിന് അടിസ്ഥാനപരമായ പരിഹാരം നൽകിയിട്ടുണ്ട്. തർക്കമുണ്ടാവുന്ന സാഹചര്യത്തിൽ കാളിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ട് തീർപ്പ് കൽപ്പിക്കേണ്ടതാണ്. കാളി സാഹചര്യം വിലയിരുത്തി ആ ഭർത്താവ് തൻ്റെ സാമ്പത്തിക ശേഷി അനുസരിച്ച് ആ സ്ത്രീയുടെ അവകാശം ശരിയായി നിറവേറ്റിയോ ഇല്ലയോ എന്ന് വിധി പ്രസ്താവിക്കുന്നതാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.